എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് കൂടെ ചെയ്യുക. അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്ത് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് കണ്ടല്ലോ, അടിപൊളി ഒരു ഷോപ്പിംഗ് ബാഗല്ലേ. അപ്പോൾ ഇത് തയ്ച്ചെടുത്തിരിക്കുന്നത് നമ്മൾ സിമൻറ്റ് യാക്ക് വെച്ചിട്ടാണ് കേട്ടോ. നമ്മൾ സിമൻറ്റ് യാക്കിനെ നമ്മൾ വെറുതെ വിടത്തില്ല കേട്ടോ. സിമൻറ്റ് യാക്കിനെ വെറുതെ വിടാത്തതല്ല കേട്ടോ. ഇതിന്ന് നമ്മുടെ അരിച്ചാക്കൊന്നും തപ്പിയിട്ട് കിട്ടിയില്ല. കിട്ടാതെ വന്നപ്പോൾ വെളിയിലിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതാ കിടക്കുന്ന ഒരു സിമൻറ്റിയൊക്കെ. എന്നാൽ പിന്നെ വൃത്തിയാക്കി എടുത്തിട്ട് അടിപൊളിയായിട്ട് ഒരു ഷോപ്പിംഗ് ബാഗ് തയ്ച്ചാലോ എന്ന് വിചാരിച്ച് അങ്ങനെ കഴുകി ഉണക്കി ഞാൻ എടുത്തതാണ്. ഇതാ അതിലിതുപോലെ തേങ്ങയൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ, തേങ്ങ മാത്രമല്ല അരി മേടിക്കാനും നമ്മുടെ പച്ചക്കറിയൊക്കെ മേടിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു ഷോപ്പിംഗ് കവറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സിമൻറ്റ് യാക്കിൻ്റെ പരസ്യമൊക്കെ ഉണ്ട് കേട്ടോ. ആ പരസ്യമൊന്നും കാണണ്ടെന്നുണ്ടെങ്കിൽ ഈ സിമൻറ്റ് യാക്ക് നമുക്ക് ആ ഉൾഭാഗം തിരിച്ചിട്ട് തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എഴുതിയിരിക്കുന്നൊന്നും കാണാൻ പറ്റില്ല. സാരമില്ല, നമ്മുടെ അവർക്കും കൂടെ ഒരു പരസ്യം ആയിക്കോട്ടെ. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് ഞാൻ തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിമൻറ്റ് യാക്ക് കഴുകി വൃത്തിയാക്കി ഉണങ്ങി ഞാൻ എടുത്താന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ സിമൻറ്റ് യാക്ക് ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്കിതൊന്ന് രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവലാക്കി എടുത്തിട്ട് വേണം കറക്റ്റ് അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ സിമൻറ്റ് യാക്കൊന്നും തപ്പിപ്പോണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് അരിച്ചാക്കിലും ചെയ്യാൻ പറ്റും ഇതുപോലത്തെ ഷോപ്പിംഗ് കവർ, തുണിയിലും ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നമുക്ക് പുറത്ത് പോകുമ്പോൾ സാധനമൊക്കെ മേടിക്കാനായിട്ട് നമുക്ക് പറ്റുന്ന അടിപൊളി ഒരു ഷോപ്പിംഗ് കവറാണ്. അപ്പം ഈ സിമൻറ്റ് യാക്ക് തന്നെ എടുത്ത് തയ്ച്ചുകൊണ്ട് പോകുമ്പോൾ പുറത്ത് പോകുമ്പോൾ ഈ സിമൻറ്റ് യാക്കിൻ്റെയൊക്കെ പരസ്യം പോലെ അതിൻ്റെ പുറത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സിമൻറ്റ് യാക്കാണെന്ന് മനസ്സിലാകും. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. എന്തായാലും ഞാൻ ഈ സിമൻറ്റ് യാക്കിനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് വെച്ച് നമ്മൾ ബാഗ് ചെയ്തിരിക്കും എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ എന്തായാലും ലെവൽ ചെയ്തതിന് ശേഷം അതൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് ഇനി നമുക്ക് ആ മേളിൽ നിന്നൊരു 3 ഇഞ്ച് താഴ്ചയിൽ ഇതുപോലെ ഒന്ന് അടയാളം ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചോക്ക് വെച്ചിട്ട് ഇതിൽ അടയാളം ചെയ്തിട്ട് ശരിക്കും അടയാളം കാണാൻ പറ്റുന്നില്ല. ചാക്കായ കൊണ്ടാണെന്ന് തോന്നുന്നു ചോക്ക് വെച്ച് വരച്ചിട്ട് ഒരു കളറൊന്നും വരുന്നില്ല. അപ്പോൾ 3 ഇഞ്ച് താഴ്ച എടുത്തിട്ട് ഒരു 2.5 ഇഞ്ച് നീളം എടുത്തിട്ട് 1 ഇഞ്ച് വീതിയിൽ സ്ക്വയർ പോലെ ആക്കിയിട്ട് അവിടെ ഒന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ കൈ പിടിക്കുന്ന സ്ഥലം, നമ്മുടെ ഷോപ്പിംഗ് ബാഗിൻ്റെ കൈ പിടിക്കുന്ന സ്ഥലമാണ് നമ്മൾ ഇപ്പോൾ അളവ് ചെയ്ത് അവിടെ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സംഭവം എന്താണെന്നുള്ളത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. വരച്ചു കൊടുത്ത് കാണുന്നില്ലെങ്കിലും കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്ക്വയറായിട്ട് അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നേരെ നിവർത്തി കാണിക്കാവേ. ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ മനസ്സിലായില്ലേ, നമ്മളൊരു 3 ഇഞ്ച് താഴ്ചയിലാണ് ഇതൊന്ന് സ്ക്വയർ രീതിയിലൊരു 2.5 ഇഞ്ച് അളവ് ചെയ്ത് അത് 2.5 ഇഞ്ച് നേരെ നിവർത്തുമ്പോഴത്തേനും 5 ഇഞ്ച് വീതി വരും കേട്ടോ. ആ രീതിക്കാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, ആ സ്ക്വയറായിട്ടേ. ഇനി നമുക്ക് എന്തെങ്കിലും തുണ്ട് കഷ്ണം തുണി ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ തുണ്ട് കഷ്ണം തുണി കുറച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരു റെഡ് കളറാണ് അത്. നമുക്ക് ഇത് കണ്ട് ഇപ്പോൾ കട്ട് ചെയ്ത ഭാഗത്ത് അത് അതേപോലെ തന്നെ ഇതുപോലൊരു തുണി വെച്ച് സ്ക്വയറായിട്ട് തയ്ച്ചിട്ട് അത് നല്ല വശത്തേക്കാക്കിയിട്ട് സ്ക്വയറായിട്ട് തന്നെ അവിടെ ചെറിയ വീതിയിൽ ആ തുണി തയ്ച്ച് വെക്കണം. അപ്പോൾ പിന്നെ ഇതിൻ്റെ മേളിൽ വശം ഓപ്പൺ വരുന്ന ഭാഗത്ത് ചെറിയ ബോർഡറും കൂടെ കൊടുക്കാം. നമുക്കിത് ആ സൈഡിൽ ഇതുപോലെ നീളത്തിലൊരു തുണി വെച്ചിട്ട് നേരെ തയ്ച്ചിട്ട് അത് നമുക്ക് ചെറിയ വീതിയിൽ ഇങ്ങനെ നല്ല വശത്തേക്ക് മടക്കി കൊടുക്കാം. അപ്പോൾ ഒരിച്ചിരി ഭംഗി വരും. അപ്പോൾ ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഓപ്പൺ വരുന്ന ഭാഗത്ത് ഇതിപ്പോൾ ഉൾഭാഗത്തുനിന്ന് തന്നെ നമ്മൾ ആ ചെറിയ വീതിയിലുള്ള തുണി അങ്ങ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ കൂടെ തന്നെ സ്ക്വയറായിട്ട് അങ്ങ് തയ്ച്ചാൽ മതി. വേണമെങ്കിൽ ചോക്കും കൊണ്ടൊന്ന് വരച്ച് വയ്ക്കുക സ്ക്വയറായിട്ട് തന്നെ ആ തുണിയുടെ മേളിൽ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് അടയാളം ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ റെഡ് തുണി വെച്ച് സ്ക്വയറായിട്ട് തയ്ച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുക്ക് ഭാഗത്തുനിന്ന് നമുക്ക് ചെറുതായിട്ട് കത്രി വെച്ച് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഉൾഭാഗത്തുനിന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താക്കി കൊടുക്കണം കേട്ടോ. എൻ്റെ 4 കോണും ഇങ്ങനെ കട്ട് ചെയ്യണം. അപ്പോഴേ ആ തുണി നമുക്ക് നല്ല വശത്തേക്ക് നന്നായിട്ട് അത് തിരിഞ്ഞ് കിട്ടത്തുള്ളൂ. ഇതങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ല വശത്തേക്ക് ആ തുണി ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി അത് ചെറിയ വീതിയിൽ ഇതുപോലെ അങ്ങ് മടക്കി വെച്ചിട്ട് സ്ക്വയറായിട്ട് തന്നെ അങ്ങ് 4 സൈഡും അങ്ങ് തയ്ച്ച് വെച്ചാൽ മതി കേട്ടോ.
അപ്പോൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത ഭാഗം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ മുകളിലൊരു ചെറിയ ബോർഡർ പോലെ ഇങ്ങനെ റെഡ് തുണി കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ അടുത്ത പീസും ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഒരെണ്ണം ചെയ്ത പോലെ തന്നെ. അപ്പോൾ 2 പീസും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരെ 2 പീസും കൂടെ ഇതുപോലെ ഒന്നിച്ച് വയ്ക്കുക. ഒന്നിച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ 3 സൈഡും അങ്ങ് ക്ലോസ് ചെയ്യാൻ പോകണം. ഇതാ ഇതുപോലെ അങ്ങ് ക്ലോസ് ചെയ്യാം. അപ്പോൾ അത്രയൊന്ന് ചെയ്തെടുക്കാം നമുക്ക്. മൂന്ന് സൈഡും ഇപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴ്വശത്തായിട്ട് 2 സൈഡും കൂടെ ഒന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ടേപ്പ് എടുത്തിട്ട് ഒരു 2.5 ഇഞ്ച് വെച്ച് നമുക്കൊന്ന് അടയാളം ചെയ്യാം കേട്ടോ. അപ്പോൾ 2.5 ഇഞ്ച് നീളം 2.5 ഇഞ്ച് വീതി എടുത്തിട്ട് സ്ക്വയറായിട്ട് അവിടെ വരച്ചിട്ട് അത്രയും കട്ട് ചെയ്ത് മാറ്റുക. ആദ്യം ഒരു സൈഡിൽ കറക്റ്റായിട്ട് അളവ് ചെയ്തിട്ട് അവിടെ കട്ട് ചെയ്ത് മാറ്റുക. മാറ്റുന്ന ആ പീസ് എടുത്തിട്ട് അടുത്ത സൈഡിലും അതെടുത്ത് വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് അളവ് ചെയ്തിട്ട് അവിടെ അങ്ങ് എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഒരിടത്ത് കറക്റ്റായിട്ട് അളവ് ചെയ്ത് ഇതാ ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനി ഈ ഒരു തുണ്ടെടുത്ത് അടുത്തടുത്തേക്കും കൂടെ വെച്ച് കൊടുത്തിട്ട് അവിടെ അങ്ങ് അടയാളം ചെയ്ത് അവിടെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ 2 സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു 2 സൈഡും ഇതാ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് അവിടെ അങ്ങ് ക്ലോസ് ആക്കണം. അപ്പോൾ 2 സൈഡും അതൊന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. സിമെൻറ്റിൻ്റെ ഉപയോഗമൊക്കെ കഴിഞ്ഞ് വലിച്ചെറിയുന്ന നമ്മുടെ സിമെൻറ്റിയൊക്കെ ഇത് അടിപൊളിയായിട്ടുള്ള ഷോപ്പിംഗ് കവറാക്കി തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തുള്ള കടകളിലൊക്കെ പോകുമ്പോൾ നമുക്കിത് കൊണ്ടുപോകട്ടോ. തേങ്ങയോ അരിയോ പച്ചക്കറികളൊക്കെ മേടിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഷോപ്പിംഗ് ബാഗാണ്. അപ്പോൾ ഇത് തയ്ച്ചെടുക്കാൻ അധികം സമയമൊന്നും വേണ്ട. ശരിക്കും പറഞ്ഞാൽ 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. നമുക്ക് അരിച്ചാക്ക് കിട്ടുകയാണെങ്കിൽ അതിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ തുണിയിൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു ഷോപ്പിംഗ് കവർ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ തയ്ച്ച കവറുമായിട്ട് ഞങ്ങളുടെ അടുത്തൊരു കടയുണ്ട്. അവിടെ പോയി ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ഇതാ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ കവർ തയ്ച്ച് മാത്രമല്ല സാധനവും മേടിച്ച് കവറിനകത്തിട്ടും കാണിച്ചിട്ടുണ്ട്. ഇത് അടിപൊളിയൊരു കവറാണ്. അപ്പോൾ ഇതുപോലത്തെ ഷോപ്പിംഗ് ബാഗ് ആരും തയ്ച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.